Hello guys, welcome back to Radtech Malayali. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻട്രാവീനസ് പൈലോഗ്രഫി അല്ലെങ്കിൽ ഇൻട്രാവീനസ് യൂറോഗ്രഫി, IVP, IVU എന്ന് പറയും. അപ്പോൾ ഇതിൽ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ, ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, എക്യുപ്മെൻറ്റ്സ്, കോൺട്രാസ്റ്റ് യൂസ്ഡ്, പേഷ്യൻറ്റ് പ്രിപ്പറേഷൻ, പ്രൊസീജിയർ ആൻഡ് ആഫ്റ്റർ കെയർ ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇറ്റ്സ് എ റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ ഓഫ് ദി യൂറിനറി സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദ കിഡ്നി, യൂറേറ്റർ ആൻഡ് യൂറിനറി ബ്ലാഡർ. കിഡ്നി, യൂറേറ്റർ, യൂറിനറി ബ്ലാഡർ അടങ്ങിയിട്ടുള്ള യൂറിനറി സിസ്റ്റത്തിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ IVU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയ നമ്മൾ ഇൻട്രാവീനസ്ലി കൊടുത്തിട്ടാണ് ഈ ഒരു നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം, അതായത് കിഡ്നി, യൂറിനറി സിസ്റ്റത്തിനെ പറ്റിയുള്ള സ്റ്റഡിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ യൂറിനറി സിസ്റ്റത്തിലൂടെ ഈ ഒരു കോൺട്രാസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഇൻഫോർമേഷൻസ് കിട്ടും. അതാണ് നമ്മൾ ഈ ഒരു IVU അല്ലെങ്കിൽ IVP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സസ്പെക്റ്റഡ് റീനൽ സ്റ്റോണ്, ഡൈസ്യൂരിയ, hematuria, pyuria, renal colic, abnormalities in kidney, ureters or bladder, UTI, urinary tract infection, suspected renal trauma, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു IVP പെർഫോം ചെയ്യുന്നത്. ഇനി എന്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ സെൻസിറ്റിവ് ടു അയഡിൻ, കാർഡിയോ പൾമിനറി ഡിസോർഡേഴ്സ്, സസ്പെക്റ്റഡ് പ്രഗ്നൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പെർഫോം ചെയ്യത്തില്ല. ഇനി നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റേ മെഷീൻസ് യൂസ് ചെയ്യും, ഇമ്മൊബിലൈസേഷൻ ബാൻഡ്, സിറിഞ്ച്, ഗോസ്, സ്പിരിറ്റ്, പിന്നെ അബ്ഡോമിനൽ കംപ്രഷൻ ബാൻഡ്, പിന്നെ 20 ഗോസ് സ്കാൽപ്പ് വെയിൻ സെറ്റ്. അതിലൂടെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയ ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് കോൺട്രാസ്റ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സോളിബിൾ അയോഡിനേറ്റഡ് അല്ലെങ്കിൽ നോൺ അയണിക് അയോഡിനേറ്റഡ് കോൺട്രാസ്റ്റ് മീഡിയ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 50 ml ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇനി പേഷ്യൻറ്റ് പ്രിപ്പറേഷൻ നമ്മൾ സാധാ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ 2 ദിവസം ഡയറ്റ് എടുക്കാൻ വേണ്ടി പറയുക, ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്സ് മാത്രം ഡ്രിങ്ക് ചെയ്യാൻ പറയുക. പേഷ്യൻറ്റിന് ലാക്സേറ്റീവ് കൊടുക്കുക, ബവൽ പ്രിപ്പറേഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പേഷ്യൻറ്റിനോട് 4 മുതൽ 6 മണിക്കൂർ വരെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പറയണം. അതുപോലെ പേഷ്യൻറ്റ് ഇപ്പോൾ വുമൺ ആണെങ്കിൽ പ്രഗ്നൻസി പോസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറയണം. അതുപോലെ എല്ലാ പേഷ്യൻറ്റിൻ്റെയും മെറ്റാലിക് ജ്വല്ലറീസും ഒബ്ജക്ട്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. ഇതൊക്കെയാണ് നമ്മൾ പേഷ്യൻറ്റ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ദിവസം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന ആ ദിവസം ടെക്നോളജിസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഹോൾ പ്രൊസീജിയർ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുത്തിട്ട് പേഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു കൺസെൻറ്റ് ഒപ്പിടിപ്പിച്ച് വാങ്ങണം. അതിനുശേഷം പേഷ്യൻറ്റിനോട് ഹോസ്പിറ്റൽ ഗൗൺ വെയർ ചെയ്യാൻ വേണ്ടി പറയണം. ഇനി പേഷ്യൻറ്റിന് നമ്മൾ സുപ്പൈൻ പൊസിഷനിലേക്ക് കിടത്തിയിട്ട് അബ്ഡോമൻ്റെ സ്കോട്ട് ഫിലിം എടുക്കുകയാണ് ചെയ്യുന്നത്. സ്കോട്ട് ഫിലിം എടുത്ത് ബവൽ പ്രിപ്പറേഷൻ നമ്മൾ നോക്കും. ബവൽ പ്രിപ്പറേഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ അതിന് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത പ്രൊസീജിയർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബവൽ പ്രിപ്പറേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് പേഷ്യൻറ്റിന് ഓക്കെ ആണ്. ഇപ്പോൾ നമ്മൾ അബ്ഡോമൻ ഏരിയയിൽ നമ്മൾ അബ്ഡോമൻ കംപ്രഷൻ ബാൻഡ് പ്ലേസ് ചെയ്യും. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നമ്മൾ സ്കാൽപ്പ് വെയിൻ സെറ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് മീഡിയ നമുക്ക് അതിലൂടെയാണ് നമ്മൾ IVP എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് IVയിലൂടെയാണ് അത് നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയ ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓർക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇമ്മൊബിലൈസേഷൻ ബാൻഡ്സും പാഡ്സൊക്കെ വെച്ച് പേഷ്യൻറ്റിനെ റിലാക്സ് ചെയ്യും. അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള പാകത്തിന് നമ്മളെല്ലാം കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയ കൊടുക്കുകയാണ്. ഒരു ടെസ്റ്റ് ഡോസോടുകൂടിയാണ് നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മെല്ലെ സ്കാൽപ്പ് വെയിൻ സെറ്റിൽ കൂടെ ഇങ്ങനെ ബാക്കിയുള്ള കോൺട്രാസ്റ്റ് മീഡിയ എല്ലാം നമ്മൾ കൊടുക്കുന്നു. കോൺട്രാസ്റ്റ് മീഡിയ എല്ലാം ഫില്ലായതിനു ശേഷം നമ്മൾ സെവറൽ ഇൻ്റർവെൽസ് ആയിട്ടാണ് ഈ ഒരു സ്പോട്ട് ഫിലിംസ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുന്നത് ഈ ഒരു കിഡ്നിയിലൂടെ എങ്ങനെയാണ് കോൺട്രാസ്റ്റ് മീഡിയ പോകുന്നത്, ഈ ഒരു യൂറിനറി സിസ്റ്റത്തിലൂടെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഓരോ ഇൻ്റർവെൽസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് 1 മിനിറ്റ് ഫിലിം എന്ന് പറയുന്നത്. 1 മിനിറ്റ് ഫിലിം ഓഫ് ദി കോൺട്രാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ. ഈ കോൺട്രാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു
സ്പോട്ട് ഫിലിം എടുക്കണം. അപ്പോൾ കോൺട്രാസ്റ്റ് മീഡിയ എവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോർട്ടെക്സ് ഓഫ് ദി കിഡ്നിയിലൂടെ ഫിൽട്ടറായിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ 1 മിനിറ്റ് ഫിലിം എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഒരു 1 മിനിറ്റ് ഫിലിമിൽ നെഫ്രോഗ്രാം ഓഫ് ദി കിഡ്നിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. രണ്ടാമത് നമ്മൾ എടുക്കുന്നത് 5 മിനിറ്റ് ഫിലിമാണ് എടുക്കുന്നത്. അത് റീനൽ ഏരിയയിലായതുകൊണ്ടാണ് 5 മിനിറ്റ് ഫിലിം ഓഫ് ദി റീനൽ ഏരിയ എന്ന് പറയുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സ്പോട്ട് ഫിലിം എടുക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഈ കോൺട്രാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് കോർട്ടെക്സിൽ നിന്ന് അത് കളക്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കോർട്ടെക്സിലായിരുന്നു, അവിടുന്ന് ഇപ്പോൾ കളക്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ 5 മിനിറ്റിൻ്റെ ഈ ഒരു ഫിലിം എന്തൊക്കെ നമുക്ക് കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഫ്രോഗ്രാം, മേജർ കാലിക്സ്, മൈനർ കാലിക്സ്, റീനൽ പെൽവിസ്, അപ്പർ പാർട്ട് ഓഫ് ദി യുറേറ്റർ, ഇതൊക്കെയാണ് നമുക്ക് 5 മിനിറ്റ് ഫിലിമിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത് 15 മിനിറ്റ്സ് ഫിലിമാണ് എടുക്കുന്നത്. അത് യൂറിനറി സിസ്റ്റത്തിൻ്റെയാണ് എടുക്കുന്നത്. 15 മിനിറ്റ് കോൺട്രാസ്റ്റ് മീഡിയ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിലിം എടുക്കണം. അത് യുറേറ്റേഴ്സിന് ബ്ലാഡറിലേക്ക് കോൺട്രാസ്റ്റ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പീരീഡിലായിരിക്കും ഇത് ഉണ്ടാവുക. അതുകൊണ്ട് ഈ 50 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മേജർ കാലിക്സ്, മൈനർ കാലിക്സ്, റീനൽ പെൽവിസ്, യുറേറ്റേഴ്സ്, വെസിക്കോ യുറേറ്റർ ജംഗ്ഷൻ, പിന്നെ അതുപോലെ യൂറിനറി ബ്ലാഡറൊക്കെ കാണാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തായിട്ട് നമ്മൾ നാലാമത് എടുക്കാൻ പോകുന്നത് 30 മുതൽ 45 മിനിറ്റ് വരെയുള്ള അല്ലെങ്കിൽ പ്രീ വോയിഡ് ഫിലിം എന്നറിയുന്ന ആ ഒരു സ്റ്റേജാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഫിലിം എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാഡറിൽ മൊത്തം കോൺട്രാസ്റ്റും യൂറിനും ഫില്ലായിരിക്കുന്ന ആ ഒരു ഫേസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രീ വോയിഡ് ഫേസ് എന്ന് പറയുക, അല്ലെങ്കിൽ പ്രീ വോയിഡ് ഫിലിമാണ് ഈ ഒരു ഫിലിമിന് നമ്മൾ പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുമ്പം ബ്ലാഡറിൽ എത്രത്തോളം ഡിസ്റ്റൻഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അഞ്ചാമതായിട്ട് നമ്മൾ എടുക്കുന്നത് പോസ്റ്റ് വോയിഡ് അല്ലെങ്കിൽ പോസ്റ്റ് മിക്ചറേഷൻ ഫിലിമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂറിനറി ബ്ലാഡറൊക്കെ ഫില്ലായതിന് ശേഷം നമ്മൾ ഈ ബ്ലാഡർ എംപ്റ്റി ചെയ്യണം. അങ്ങനെ എംപ്റ്റി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫിലിം എടുക്കുന്നത്. അതാണ് പോസ്റ്റ് വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് വോയിഡിൽ നമുക്ക് ഇനി ഏതെങ്കിലും റെസിഡ്യുവൽ യൂറിൻ അവിടെ ഉണ്ടോ, എന്തെങ്കിലും ഒബ്സ്ട്രക്റ്റീവ് ഒബ്ജക്ട്സ് ബ്ലാഡറിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോസ്റ്റ് വോയിഡിങ് അല്ലെങ്കിൽ പോസ്റ്റ് മിക്ചറേഷൻ ഫിലിം എടുക്കുന്നത്. ഇത്രയും ഫിലിംസാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൽ ഡിലേഡ് ഫിലിംസും വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇഫ് ദ കാലിക്സ് ആൻഡ് റീനൽ പെൽവിസ് ആർ നോട്ട് അഡിക്വേറ്റ് or pacified within 5 minutes film, then the radiograph should be taken in delayed intervals. അതായത് 5 മിനിറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞു 1 മിനിറ്റ് എടുത്തു, പിന്നെ 5 മിനിറ്റ് എടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ഓർഡറിലല്ല, അതൊരു കറക്റ്റ് ഫോമിലല്ല, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് മീഡിയ അപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫിലിംസ് ഡിലേഡ് ഫിലിംസ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിലിംസ് എടുക്കുന്നത് ഒരു 5 മിനിറ്റ്സ്, 20 മിനിറ്റ്, 45 മിനിറ്റ്സ്, 3 hours ആൻഡ് 6 hours എന്നുള്ള രീതിയിലായിരിക്കും ഇതെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ 1 മിനിറ്റ്, 5 മിനിറ്റ്സ്, 50 മിനിറ്റ്സ്, 30 to 45 മിനിറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കില്ല എടുക്കുക. 5 മിനിറ്റ്സ്, 20 മിനിറ്റ്സ്, 45 മിനിറ്റ്സ്, 3 hours ആൻഡ് 6 hours എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു സീക്വൻസ് വരുന്നുണ്ടാവുക. കാരണം അവിടെ ഒരു കോൺട്രാസ്റ്റ് മീഡിയ എത്താൻ വൈകുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഈ ഡിലേഡ് ഫിലിംസ് നമുക്ക് വേണ്ടി വരുന്നത്. ഇനി ഒബ്ലിക് ഫിലിംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒബ്ലിക് ഫിലിംസാണ് ഈ വെർട്ടിബിൾ കോളം യുറേത്രയിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ലിക്കായിട്ട് നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ഒബ്ലിക് ഫിലിംസ് ഇതിൽ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ IVUവിൻ്റെ അല്ലെങ്കിൽ IVPൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഫ്റ്റർ കെയറുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീഷന് ശേഷം നമ്മുടെ IV നമ്മൾ റിമൂവ് ചെയ്യണം പേഷ്യൻറ്റിൻ്റെ ഫോറാമിൽ നിന്ന്. അതുപോലെ പേഷ്യൻറ്റിനോട് നന്നായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി പറയണം. പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിന് നമുക്ക് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു IVUവിൽ വരുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. IVP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിന് ഒരു കുറേ ഇൻ്റർവെൽസ് ഓഫ് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ ഒരു സ്പോട്ട് ഫിലിംസ് എടുത്താൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത് 1 മിനിറ്റ്, 5 മിനിറ്റ്സ്, 50 മിനിറ്റ്സ്, 30 to 45 മിനിറ്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അതിൽ ഡിലേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിലേഡ് ഫിലിംസ് ഉണ്ട്, ഒബ്ലിക് ഫിലിംസ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.